ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റംസാൻ നോമ്പ് 2 അപ്പോൾ ഇന്ന് നേരത്തെ മോനെ ഉറങ്ങിയ സമയത്ത് വേഗം ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബോണ്ടയും അതേപോലെ മുട്ട ബജിയാണ്. അപ്പം ബോണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഉരുളങ്ങയൊക്കെ വേഗം ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ക്ലീൻ ചെയ്ത ഉരുളങ്കിഴങ്ങ് വേഗം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അങ്ങനെ കുക്കറിലിട്ടിട്ട് വേഗം അത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് വേകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അതിലേക്കുള്ള സവാള അരിഞ്ഞ് വെക്കാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിലേക്ക് വേണ്ട സവാളയൊക്കെ എടുത്തിട്ട് അരിയാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മുട്ട 3 ഉള്ളത്. അപ്പോൾ അത് തികയില്ല. അങ്ങനെ ഞാൻ വേഗം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബാക്കി കുറച്ചുകൂടെ മുട്ട വാങ്ങി അങ്ങനെ എന്ത് ചെയ്തു, വീട്ടിലെത്തി. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുട്ടുപൊടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മതെന്ത് പുട്ടുപൊടി എടുത്തിട്ട് വെള്ളം നനച്ച് വെക്കുകയാണ്. ആ സമയം ഞാൻ കോഴിമുട്ട എടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു. അപ്പോൾ മോനെ എണീച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഉമ്മ നോക്കാതെ അറിഞ്ഞു. പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് പോയി ബാക്കിയൊക്കെ പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചു. അങ്ങനെ വേഗം സവാളയൊക്കെ പെട്ടെന്ന് അരിയാണ്. ഈ ഒരു സൈസിലാണ് ഞാൻ ബോണ്ടൊക്കെ അരിയാറുള്ളത്. അങ്ങനെ ബോണ്ടൊക്കെ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ മുട്ട ബജിക്ക് വേണ്ടിയിട്ട് നീളത്തിലാണ് അരിയുന്നത്. അത് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞങ്ങാണ്ടൊക്കെ സെറ്റാക്കി അതിനുശേഷം ഒന്നിച്ച് വെക്കാൻ വിചാരിച്ചിട്ട് 2 അടുപ്പിലൂടെയായിട്ട് 2 ചീനച്ചട്ടി വെച്ചു. അങ്ങനെ രണ്ടും ഒന്നിച്ച് മസാല ആക്കാൻ പോവാണ്. അങ്ങനെ കഴിയുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ നോക്കുകയാണ്. എന്താ വെച്ചാൽ മോനെ കച്ചറാക്കുന്നതിന് മുമ്പ് തന്നെ വേഗമൊക്കെ റെഡിയാക്കണം. നോമ്പ് തുറക്കുമ്പോഴുള്ള അതായത് സ്നാക്സിൻ്റെയൊക്കെ ഡ്യൂട്ടി ഉൻ്റെതാണ്. ബാക്കിയൊക്കെയാണ് ഉമ്മ ആക്കുന്നത്. അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ, എനിക്ക് മോനെ നോക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചങ്ങാണ്ട് ബസ്സിന് ഞാൻ വേഗം ഇറങ്ങിയിട്ട് എൻ്റെ വർക്കൊക്കെ വേഗം തീർക്കുകയാണ്. ബോണ്ടി അതേപോലെ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ എങ്കിൽ പ്ലാന് മാറ്റി. ബോണ്ടയ്ക്ക് പകരം വേറൊരു കടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉമ്മ മോനെയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മോന് ഇതാക്കണം, അവിടെ ഒരു പൂച്ചയുണ്ട്. അപ്പോൾ പൂച്ചനെയൊക്കെ കാണിച്ച് മെല്ലെ മെല്ലെ സോപ്പിട്ടുങ്ങാണ്ട് നടക്കുകയാണ്. അങ്ങനെ ഞാൻ വേഗം ആ ഒരു കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുകയാണ്. ബോണ്ടയ്ക്ക് പകരം ഉണ്ടാക്കുന്ന കടിയാണിത്. ആ ഒരു മസാല ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്തിരി പോലെ ഇങ്ങനെ പരത്തിയിട്ട് ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ആ ഒരു സമയത്ത് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ മുട്ട ബജിയും ബോണ്ടിയും ഒരേ ഷേപ്പല്ലേ, അപ്പോൾ അത് വലിയ റിങ്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഷേപ്പൊന്ന് മാറ്റാമെന്ന്. സംഭവമൊക്കെ സെയിം തന്നെയാണ്, ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെയൊക്കെ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ മുട്ട ബജി റെഡിയാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെയാണ് മുട്ട ബജി ഉണ്ടാക്കാറുള്ളത്. അതായത് ഇങ്ങനെ മുട്ട നടുവെ കീറിയിട്ട് അതിൻ്റെ മഞ്ഞ ഉണ്ണി മാത്രം മസാലയിലേക്ക് എടുക്കും. എന്നിട്ട് ഇങ്ങനെ മസാല കുഴച്ചിട്ട് റെഡിയാക്കലാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെയാണ് ഞാൻ മുട്ട ബജി ഉണ്ടാക്കുന്നത്. പലരും പല ടൈപ്പിലാണ് മുട്ട ബജി ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ മസാല നല്ലതുപോലെ മിക്സ് ആവണം. അതായത് നമ്മുടെ മുട്ടയുടെ ഉണ്ണി നമ്മുടെ മസാലയിൽ നന്നായിട്ട് മിക്സ് ആവണം. അതായത് ഫുള്ളായിട്ട് ഉടച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കും ഞാൻ. അതിനുശേഷം അത് ചെറിയൊരു ഉരുളാക്കി ബോൾസ് പോലെ ആക്കി എടുത്തിട്ട് മുട്ടയുടെ മറ്റേ സൈഡിൽ വെക്കുക ചെയ്യുക. ഞാൻ ഇതേപോലെയാണ് മുട്ട ബജി ഞാൻ ഉണ്ടാക്കൽ. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമാണ്. അങ്ങനെ ഞാൻ വേഗം പിന്നെ മുട്ട ബജിക്ക് പൊരിക്കാൻ വിചാരിച്ച് ചീഞ്ചട്ടിയൊക്കെ വെച്ചിട്ട് വേഗം അത് പൊരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവം ഇതാണ്, മുട്ട ബജി പൊരിക്കുന്നത്. എന്താ വെച്ചാൽ മസാല, അതായത് നമ്മൾ ആ കോട്ടിങ് മസാല റെഡി ആയില്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പൊട്ടും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കണ്ണൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ കോട്ടിങ് മസാല നല്ല ടൈറ്റായിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ക്യൂബാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്നാക്ക്
അങ്ങനെ ഇങ്ങനെ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഒരു വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ കട്ട്ലേറ്റിനൊക്കെ കോട്ട് ചെയ്യുന്നതുമായി തന്നെയാണ് ഈ ഒരു സ്നാക്കും കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അമ്മ കറിക്കുള്ളതൊക്കെ നോക്കുകയാണ്. ഇന്ന് നമുക്ക് ചിക്കൻ പാർട്സാണ് കറി വെക്കുന്നത്. പിന്നെ തങ്കുമോൾ വന്നിട്ടുണ്ടായിരുന്നു. തങ്കു വന്നതുകൊണ്ട് പിന്നെ ഇഷൂട്ടനെ തങ്കു നോക്കാൻ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അങ്ങനെ അമ്മ വേഗം കറിയൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ നോമ്പുറക്കാനുള്ള സമയമായി. ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വേഗം നോമ്പുറക്കാനിലേക്ക് നോക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് രണ്ടാമത്തെ നോമ്പും തുറന്ന് വെള്ളമൊക്കെ കുടിച്ച് ആ ഒരു വെള്ളം കുടിക്കാനുള്ള ഇത് ഭയങ്കര ദാഹം. അപ്പോൾ നല്ല വെയിൽ നല്ല ചൂടല്ലേ. അങ്ങനെ ഫസ്റ്റ് തന്നെ മുട്ട ബജി എടുത്ത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി. പിന്നെ മറ്റേ ആ ഒരു സ്നാക്സ് എടുത്ത് കഴിച്ചു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ പുട്ടുണ്ടാക്കുകയാണ്. ഉമ്മ അറിവിന്ദിലാവിൻ്റെ വലിയൊരു ഫാനാണ്. അങ്ങനെ പുട്ടൊക്കെ റെഡിയായി. അങ്ങനെ പുട്ടും കറിയും കൂട്ടി കഴിച്ചാൽ മതി. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പ് രണ്ടും ഇവിടെ കഴിഞ്ഞിരിക്കുക.